ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ചോദ്യം നമ്പർ പറഞ്ഞോ. ഈ സഭാ സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ 49 സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇവിടെ സ്പീക്കറുടെ 1-ാം നമ്പർ നിർദ്ദേശത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സ്പീക്കറുടെ മുൻകാല റൂളിങ്ങുകളെ ധിക്കരിച്ചുകൊണ്ട് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാരും ചേർന്ന് ഞങ്ങളുടെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രാധാന്യമുള്ള രാജ്യ താല്പര്യം ഉയർത്തുന്ന, സംസ്ഥാന താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങൾ അൺസ്റ്റാർഡാക്കി മാറ്റിയത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. സാർ, ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഈ നിയമസഭയിൽ ഫ്ലോറിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് സാർ ഇത് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന നിലപാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. Let me clear my stand, please. Tell them to keep quiet, please. ഇതിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ചെയർ കാണിച്ചിട്ടില്ല. ഭരണപക്ഷ MLA-മാർ സമർപ്പിക്കുന്ന നക്ഷത്ര ചോദ്യമിട്ട ചോദ്യങ്ങൾ ചട്ടം 36(2) പ്രകാരം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമാക്കി അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പ്ലീസ് സം പേഷ്യൻസ് കാണിക്കുക. കുറച്ച് ബഹുമാനപ്പെട്ട അംഗം വളരെ സീനിയർ അംഗമാണ്, അവിടെ ചെയറിൽ ഇരുന്നിട്ട് ഒരു പേഷ്യൻസ് കാണിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും ആണെന്നത് വസ്തുത പരിഗണിച്ചാണ് അവ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മനഃപൂർവ്വമായി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പ്ലീസ് കേൾക്ക്. ചോദ്യങ്ങളുടെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ഷാക്തർ ആൻഡ് കൗൾ പേജ് നമ്പർ 504 ഒന്ന് വളരെ മനസ്സിരുത്തി ഒന്ന് വായിക്കാൻ. The speaker has discretionary power conferred by the rules and inherent in him to admit or disallow question without any reason being assigned by which no one can question. പേജ് 504 ആണ്. ഇതിൽ ചെയറിനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുള്ളത്, നിയമസഭാ ചട്ടം 266 വളരെ കൃത്യമായി പറയുന്നുണ്ട്, ചോദ്യം സംബന്ധിച്ച് നോട്ടീസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദിവസം വരെ യാതൊരു പ്രചാരണവും നൽകാൻ പാടില്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് പ്രിന്റ്, വിഷ്വൽ മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നൽകിയെന്നുള്ളത് സഭകളുടെ ഉള്ള ചട്ടത്തിന്റെ അവകാശ ലംഘനമാണ്. ഈ ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത് ഇതിനകത്ത് യാതൊരു അസ്വാഭാവികതയുമില്ല. ഈ ചോദ്യങ്ങൾ അൺസ്റ്റാർഡായി ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകുകയും ചെയ്യും. ഓർഡർ. ചോദ്യം നമ്പർ 1 ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി സിദ്ദിഖ്. ഇതൊരു ഡിബേറ്റ് അല്ല. ചെയർ ഇവിടെ ക്ലാരിഫൈ ചെയ്തു, ഇതൊരു ഡിബേറ്റ് അല്ല. ബഹുമാനപ്പെട്ട LOP ഒന്ന് ചെയറുമായി സഹകരിക്കണം പ്ലീസ്. യെസ്. സാർ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് സഭയിൽ ഉന്നയിക്കാനുള്ള പൊതുപ്രാധാന്യം ഇല്ല, തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള ചോദ്യമാണ്, സഭാതലത്തിൽ വിശദമാക്കേണ്ട പ്രാധാന്യം ഇല്ല. സാർ, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP, RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ചോദ്യം നമ്പർ 1 ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ടി സിദ്ദിഖ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ സണ്ണി ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സജീവ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 2 ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമേഷ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർ, നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്. അതോടൊപ്പം ഓരോ സംസ്ഥാന ബജറ്റിലും
നിശ്ചിത വിഹിതം ഇതിലേക്ക് വകയിരുത്തുന്നു. 2016-17 മുതൽ 2024-25 വരെ 1950 കോടി രൂപയാണ് ഇപ്രകാരം നീക്കിവെച്ചത്. ഓഖിയുടെയും പ്രളയത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും അവസരങ്ങളിലും ഇപ്പോൾ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അവസരത്തിലും ഈ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 16/11/2016 പുറപ്പെടുവിച്ച GOMS 586/16/REV ഉത്തരവ് പ്രകാരം ചികിത്സാ സഹായത്തിനും അപകട മരണത്തിനിരയാകുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായത്തിനുമായുള്ള അപേക്ഷ സ്വീകരിക്കുന്നു മുതൽ ഗുണഭോക്താവിന് ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളും ഓൺലൈൻ മുഖാന്തരമാക്കിയിട്ടുണ്ട്. ഇതുവഴി സഹായധനം ലഭിക്കുന്നതിനുള്ള കാലതാമസം വൻതോതിൽ ഒഴിവാക്കാനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ cmo.kerala.gov.in എന്ന പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇതിനു പുറമെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അക്ഷയ സെന്ററുകൾ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി എല്ലാ അക്ഷയ സെന്ററുകൾക്കും ലോഗിൻ ID നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ MLA-മാർക്കും സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ MP-മാർക്കും നൽകിയിട്ടുള്ള ലോഗിൻ ID-യിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. ഇതിനു പുറമെ തപാലിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഓൺലൈനായി മാറ്റുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അക്കാര്യം ഉടനടി SMS-ആയി അപേക്ഷയിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും. തുടർന്ന് അപേക്ഷ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് ഓൺലൈനായി അയക്കുമ്പോൾ അക്കാര്യവും SMS-ആയി അറിയിക്കുന്നു. തുക അനുവദിക്കുന്ന മുറയ്ക്ക് ആ വിവരവും SMS-ആയി ഗുണഭോക്താവിന് ലഭിക്കുന്നു. ഇതിനു പുറമെ അപേക്ഷയുടെ തൽസ്ഥിതി അതത് ഗുണഭോക്താവിന് പോർട്ടലിൽ ലഭിക്കും. 180042557211 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ അപേക്ഷയുടെ തൽസ്ഥിതി അറിയാനും കഴിയും. അപേക്ഷകരുടെ അർഹത നിർണയിച്ച് അവ സമയബന്ധിതമായും കാര്യക്ഷമമായും പരിശോധിച്ചാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായധനം നേരിട്ട് ലഭ്യമാക്കുന്നത്. 10,000 രൂപ വരെ അനുവദിക്കാനുള്ള അധികാരം അതത് ജില്ലാ കളക്ടർമാർക്കാണ്. അതിനു മുകളിൽ 15,000 രൂപ വരെ റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും 25,000 രൂപ വരെ റവന്യൂ മന്ത്രിക്കും അനുവദിക്കാൻ കഴിയും. 3 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിയും. പ്രത്യേക പരിഗണന നൽകേണ്ട സാഹചര്യമുള്ള അപേക്ഷകൾ മന്ത്രിസഭ പരിശോധിച്ചുമാണ് സഹായധനം നിശ്ചയിക്കുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയക്ക് 3 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്നതാണ്. സർ ബി നാളിതുവരെ വിവിധ ഇനങ്ങളിലായി 2135.5 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. സി രോഗിയുടെ കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല. ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നും ഡോക്ടറുടെയും ആശുപത്രിയുടെയും സീലുള്ള രോഗത്തിന്റെ വിവരവും ചികിത്സയുടെ വിവരവും ചെലവായ തുകയും വ്യക്തമായി രേഖപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. രോഗിയുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡ്, രോഗിയുടെ ആധാർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ വ്യക്തമായ പകർപ്പ് അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. ഒരു തവണ തുക അനുവദിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് മാത്രമേ വീണ്ടും തുക അനുവദിക്കുന്നത് പരിഗണിക്കുകയുള്ളൂ. എന്നാൽ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ഈ നിബന്ധന ബാധകമല്ല. ജീവിതശൈലി രോഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കാറില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം 1 ലക്ഷം രൂപയിൽ കൂടുതൽ തുക ചെലവ് വരുന്ന പക്ഷം ബില്ലുകളും ചികിത്സാ രേഖകളും സമർപ്പിക്കേണ്ടതാണ്. ഡി
ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിൽ ഒന്നാണ് മേപ്പാടി പഞ്ചായത്തിലുണ്ടായത്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളും താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി. ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്കും ഇട നൽകാതെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ഇതിന് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടായി. അത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തു വന്ന വ്യാജ വാർത്തകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ടലാക്കോടുകൂടിയുള്ളതായിരുന്നു. തെറ്റായ വാർത്തയെന്ന് തിരിച്ചറിഞ്ഞ് ചില മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറായി. ഇത്തരം വിവാദങ്ങൾ വഴി ദുരന്തത്തിനിരയായ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദ്രോഹിക്കപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കി നൽകിയ മെമ്മോറാണ്ടമാണ് ഇത്തരത്തിൽ വ്യാജ വാർത്ത വഴി വിചാരണ ചെയ്യപ്പെട്ടത്. ജനങ്ങളുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒന്ന് പ്ലീസ് അംഗങ്ങളോട് പറയണം. ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ദുരിതാശ്വാസ നിധി. ഓരോ അംഗങ്ങളും നിങ്ങൾ ഓരോരുത്തരും ചികിത്സാ സഹായമായി. ശ്രീ കെ വി സുമേഷ് പ്ലീസ്. ഇത് പ്രതിപക്ഷത്തിൻ്റെത് അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് സർ. ജനങ്ങളെ ബാധിക്കുന്ന ചോദ്യോത്തര വേള തന്നെ അലങ്കോലപ്പെടുത്തുക എന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. സർ, എൻ്റെ ചോദ്യം, ദുരിതാശ്വാസ നിധി കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി വിജിലൻസിന്റെ കണ്ടെത്തലിനെ തുടർന്ന് എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. സർ, ഇവിടെ പ്രസ്താവിച്ച കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്, ഗവൺമെന്റിന് ഒരു ചോദ്യവും സാധാരണഗതിയിൽ മറുപടി നൽകുന്നതിന് പ്രയാസമുള്ള കാര്യമല്ല. ഗവൺമെന്റിന്റെ കയ്യിലുള്ള വിവരങ്ങൾ എല്ലാ കാലത്തും മറുപടിയായി നൽകാറുണ്ട്. അത് സ്റ്റാർഡ് ക്വസ്റ്റ്യനോ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനോ എന്ന പ്രശ്നമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായി മറുപടി നൽകുന്ന രീതിയാണ് ഗവൺമെന്റ് സ്വീകരിക്കാറുള്ളത്. ചില ചോദ്യങ്ങൾക്ക് അപ്പോൾ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വിവരങ്ങൾ ശേഖരിച്ച് നൽകാറുമുണ്ട്. കഴിയാവുന്നത്ര അതത് ഘട്ടത്തിൽ തന്നെ, അതത് സമയം തന്നെ, അതത് ദിവസം തന്നെ മറുപടി നൽകാനാണ് ഗവൺമെന്റ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. സർ, സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ ബോധപൂർവം സർക്കാരിനെ കൂടി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചതെന്നാണ് കാണുന്നത്. ഇത് സ്പീക്കറുടെ ഡിസ്കഷനിൽ പവർപ്പെട്ടതാണ്. സ്പീക്കറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവർത്തനത്തിൽ പെട്ടതല്ല എന്നത് പ്രതിപക്ഷം മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ ഇത്തരത്തിൽ സ്പീക്കറെയും കൂടി ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ളത്, തെറ്റായ നടപടികൾ വലിയ തോതിലാണ് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അതിലേറ്റവും ഗൗരവതരമായ കാര്യം വയനാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തീർത്തും തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എല്ലാം ലക്ഷ്യമിട്ടത് ദുരിതാശ്വാസ നിധിയെ തകർക്കുക എന്ന രീതിയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയല്ല ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗം ആളുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സന്നദ്ധരായിട്ടുണ്ട്. അതിന് നല്ല പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. ഇതേവരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക 550,50,36,051 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതായി കാണാൻ കഴിയും. 5/10/2024 വരെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രീ കെ വി സുമേഷ്. സർ, വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തില് നടപടികൾ സുഗമവും സുതാര്യവുമാക്കുന്നതിന് പ്രത്യേകമായ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കരുതൽ നമ്മൾ എല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിയമപരമായ നടപടികൾ. എന്നാൽ പൊതുസമൂഹം, ഉത്തരവാദപ്പെട്ട സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് സഹായകരമായ, ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക, ദുരിതാശ്വാസ നിധിയെ പോലുള്ളതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക സമീപനമാണ് സ്വീകരിച്ചു പോകേണ്ടത്. ശ്രീ എം എം മണി.
സാർ, മുൻ UDF സർക്കാരിന്റെ കാലത്തെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് ലഭിച്ച അപേക്ഷകളിൽ ധനസഹായം അനുവദിക്കുന്നതിന് ഉത്തരവായതിനു ശേഷം അനുവദിക്കാത്ത അപേക്ഷകൾ ഉണ്ടായിരുന്നോ? അതിൽ പിന്നീട് ധനസഹായം അനുവദിച്ചിട്ടുണ്ടോ? വിശദാംശം നൽകാമോ? മിനിസ്റ്റർ. ചില പരാതികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. മൈക്ക് തരണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് ഇരുത്തിക്കണം. നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് ഇരുത്തിച്ചാൽ മൈക്ക് തരും. അല്ല യെസ്, അല്ല ഭീഷണിയൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫെയർ ആണ്. ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ പ്യൂർലി അൺഫെയർ ആണ്. ഇറ്റ്സ് പ്യൂർലി അൺഫെയർ. ഞാൻ വളരെ ക്ലിയർ ആയി ചെയർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത്. അത് പറഞ്ഞു ഫ്ലോറിൽ. ടെൽ ദം ടു ഗോ ആൻഡ് ടേക്ക് ദി സീറ്റ്. അവിടെ പോയിരിക്കാൻ പറ. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. ശ്രീ വി ജോയ്. Please, Joy, please. Shri P. Joy, please. Sir. ഇത് കഴിഞ്ഞിട്ട് തരാം. സർ, സുതാര്യവും സുഗമവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ്. സാർ, എന്റെ ചോദ്യം, കടൽക്ഷോഭം മൂലം എന്നോട് വർത്തമാനം പറയരുത്. ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. കടൽക്ഷോഭം മൂലം ജീവനോപാധികൾ നഷ്ടപ്പെടുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത്? മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമെ ഈ തുക അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടോ? ബഹുമാനപ്പെട്ട സി എം. സർ, മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാന നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് തുകയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതീവ ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ തൊഴിലാളി ചിലപ്പോൾ അംഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ഇൻഷുറൻസിൻ്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിന് പോവുകയും അപകടത്തിൽപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അത്തരം ചില ഘട്ടങ്ങളിൽ അവരെ സഹായിക്കേണ്ടത് മനുഷ്യത്വപരമായ സമീപനമാണ് എന്ന തിരിച്ചറിവോടെ ചില നടപടികൾ ഓരോ കേസിൻ്റെയും പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തരത്തിൽ തീരുമാനിക്കാൻ സർക്കാർ സന്നദ്ധമായിരുന്നു. അതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്ന സമീപനവും സ്വീകരിച്ചു വരുന്നുണ്ട്. സർ, അങ്ങൊരു ചോദ്യം ചോദിച്ചു, ആരാണ് പ്രതിപക്ഷ നേതാവ്? സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്. I register my strong protest. There is an impropriety in your question. There is an impropriety. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയായിട്ട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. ഇവിടെ അങ്ങ് കൂട്ടുകയാണ്. ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അങ്ങ് ഹനിച്ചത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യോത്തര വേള ഞങ്ങൾ പ്ലീസ് ഒന്ന് കേൾക്കണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഏതായാലും ഫ്ലോറിൽ ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണല്ലോ. ചെയർ പറയാം. യെസ്
ചെയറിനെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങ് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്തൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ബഹുമാനപ്പെട്ട CM ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചെയറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. സർ, നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതില് ഇപ്പൊ ഉണ്ടായ സംഭവിക്കാസ് പ്ലീസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പാർലമെന്ററി മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞു. പ്ലീസ് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇരിക്കണം പ്ലീസ്. ഇതില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി. അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു കോയൽനാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു. അതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചോദിക്കേണ്ടി വന്നത്. കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരു അംഗം ഇവിടെ നിന്ന് ചെയറിന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരെ നടത്തിയ ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീമതി ശാന്തകുമാരി. സർ, കേരളത്തില് വളരെ അഭിമാനത്തോടു കൂടി ഞാനിപ്പോൾ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി എന്റെ മണ്ഡലത്തിൽ ഏതാണ്ട് 2 കോടി രൂപയിലധികം സംഖ്യയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ളത്. കേരളത്തിൽ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ജനങ്ങളുടെ കാര്യങ്ങൾ പോലും സംസാരിക്കാനുള്ള ഒരു വേദിയാണ് ക്വസ്റ്റ്യൻ അവർ, അതുപോലെ നിലനിൽക്കുന്നു. സർ, എന്റെ ചോദ്യം, ഇവിടെ നമ്മുടെ ഓഖി അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനസഹായമായി അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര സംഖ്യയാണ് നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയാമോ? സർ, ഓക്കിയുടെ നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഓക്കി ദുരന്തം ബാധിച്ചത്. സർ, അതിൽ അന്നേ വരെ നമ്മുടെ സംസ്ഥാനത്ത് നൽകി വന്നിരുന്ന ഇത്തരം ദുരന്തങ്ങളിലെ ധനസഹായ രീതി ആകെ നമ്മൾ മാറ്റിമറിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് 20 ലക്ഷം രൂപ വീതം മരണപ്പെട്ട ഓരോ കുടുംബത്തിനും നൽകുന്ന നടപടിയെടുത്തത്. സർ, അതേപോലെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾ, അവരെ കടലിൽ പോകുന്നതിന് നമ്മൾ തന്നെയാണ്, സർക്കാർ തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്നു. പോകുന്നത് ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് അത്തരം മേഖലയിൽ ആ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന നടപടിയെടുക്കുന്നുണ്ട്. അതെല്ലാം പലതും ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ തുക അനുവദിക്കേണ്ടി വരുന്നത്. ശ്രീ മുഹമ്മദ് മൊഹസിൻ.
സർ, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ 2 or 3 ആശുപത്രികൾ അല്ലെങ്കിൽ ഒന്നിലധികം ആശുപത്രികൾ, ക്യാൻസർ ആയിട്ടും മറ്റുമായിട്ടും ഒന്നിലധികം ആശുപത്രികളിൽ പോയിട്ടുണ്ടെങ്കിൽ അവസാനം കിട്ടുന്ന ആശുപത്രിയിൽ നിന്നായിരിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. അത് ചിലപ്പോൾ കുറഞ്ഞ തുകയായിരിക്കും. ഈ 2 or 3 ആശുപത്രിയിൽ പോയി ഒരുപാട് 7 ലക്ഷം 8 ലക്ഷം ഒക്കെ ചെലവായിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ലാസ്റ്റ് പോയ ആശുപത്രിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബില്ല് സമർപ്പിച്ചാലും വളരെ കുറഞ്ഞ തുകയാണ് അവർക്ക് കിട്ടുക. അപ്പൊ ഈ 3 or 4 ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തമായിട്ട് ലാസ്റ്റുള്ള ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ എഴുതി കൊടുക്കുകയില്ല. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം കാണാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സർ, സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ ആശുപത്രികൾ പലയിടത്ത് പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ മെച്ചപ്പെട്ട ആശുപത്രികളിലേക്കാണല്ലോ പിന്നീട് പോവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഏറ്റവും ഉയർന്ന ആശുപത്രിയിലെ ബിൽ തുകയായിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ ആ ചെലവായ തുക മാത്രമല്ല പരിഗണിക്കുന്നത്, വേണ്ടി വരുന്ന തുക ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് സംഖ്യ അനുവദിക്കുന്നത്. അപ്പോൾ വലിയ പരാതി അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ശ്രീമതി KK ശൈലജ ടീച്ചർ. സർ, മാതൃകാപരമായ പുനരധിവാസ പദ്ധതികളാണ് കേരളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇതിൽ കഴിഞ്ഞ 2 വർഷക്കാലത്തെ 2018-19 പ്രളയവും ഓഖിയും എല്ലാം ഉണ്ടായപ്പോൾ നമ്മളത് വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല സഹായം ചെയ്യണമെന്നുള്ളതാണ് ഫെഡറൽ ഭരണ വ്യവസ്ഥയുടെ ഏറ്റവും കാതലായ വശം. നമ്മൾ ഇത്രയും തുക ചെലവഴിച്ചിട്ടും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എത്ര തുക ലഭ്യമായി എന്നുള്ളത് പറയാം സർ. ബഹുമാനപ്പെട്ട CM. സർ, ഇതിൽ വളരെ ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത്. നാം ഒരു വലിയ ദുരന്തമാണ് നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തിൽ നമ്മോടൊപ്പം സഹതപിക്കാൻ രാജ്യമാകെ, ലോകം തന്നെ തയ്യാറാവുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വരികയും വലിയ സമയം നമ്മോടൊപ്പം അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ആ ദുരന്ത ബാധിതരോടൊപ്പം ചെലവഴിച്ചു. നമ്മൾ വലിയ തോതിലുള്ളൊരു പുനരധിവാസ പ്രക്രിയയാണ് അവിടെ ആരംഭിക്കുന്നത്. ആ കാര്യങ്ങളിൽ നല്ല സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭ്യമാകണമായിരുന്നു. അത് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള വിശദമായ നിവേദനം പിന്നെ കൊടുക്കുകയും ചെയ്തു. സാധാരണ ഇതിന് അംഗീകരിച്ച ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് തന്നെ കൃത്യമായ നിവേദനം കൊടുത്തു. അതിൽ SDRF അനുസരിച്ച് നൽകാവുന്ന തുകയും, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അത് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട തുകയും കാണിക്കുകയുണ്ടായി. പക്ഷേ നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ തുറന്ന് നിലനിന്നത്. പ്രധാനമന്ത്രിയെ പിന്നീട് ഒരു ഘട്ടത്തിൽ നേരിട്ട് കണ്ടു ഈ പ്രശ്നം ഉന്നയിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനിടയിൽ ചില ദുരന്തങ്ങളുണ്ടായി. അവിടങ്ങളിൽ ചില ഇടക്കാല സഹായം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ കാര്യത്തിൽ ഒരു സഹായവും ഇതേവരെ ലഭ്യമായിട്ടില്ല. ലഭിച്ച സഹായമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സാധാരണ SDRFൽ തരേണ്ട തുകയുണ്ട്. അത് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും വരുന്നതാണ്. അതുമാത്രമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഈ പ്രത്യേക ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള ഒരു സഹായവും ഇതേവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഇത് ഗൗരവമായി പരിഗണിക്കുകയും ഒന്നുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്താനും സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ആളുകളിൽ ഉയർന്നു വരുന്നുണ്ട്. ദുരന്തബാധിതർ തന്നെ വയനാട്ടിൽ ചില പ്രക്ഷോഭങ്ങൾ ഏർപ്പെട്ടതായി വാർത്തയും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതീക്ഷ കൈവിടാൻ പറ്റില്ല. ചോദ്യം നമ്പർ 3 ശ്രീ ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ഫണ്ട് കേരളത്തിലെ കൃഷിഭൂമിയുടെ ദൗർലഭ്യം, ഉയർന്ന ജനസാന്ദ്രത, ഉൽപാദന ഘടകങ്ങളുടെ വിലവർദ്ധനവ്,
ഉയർന്ന കൂലി നിരക്ക് എന്നിവ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പാദനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ലഭ്യമായ കൃഷിഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ഉൽപ്പാദനം നടത്താൻ മേൽ ഘടകങ്ങൾ തടസ്സമായി നിൽക്കുന്നതിനാലാണ് കേരളം ഭക്ഷ്യവസ്തുക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി നശിക്കുന്ന സാഹചര്യങ്ങളിൽ കേരളത്തിലും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും അതുവഴി വിലക്കയറ്റവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സർക്കാർ നടത്തുന്ന ശക്തമായ വിപണി ഇടപെടലിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം വലിയ തോതിൽ നിയന്ത്രിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സർ ബി ഉണ്ട്. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി 23/11/2023 ഗവൺമെൻറ് ഓർഡർ പ്രകാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും യോഗങ്ങൾ ചേർന്ന് സമർപ്പിക്കുന്ന ശുപാർശകൾ സഹിതമുള്ള റിപ്പോർട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഉന്നതതല കമ്മിറ്റിക്ക് ലഭ്യമാക്കുന്നുമുണ്ട്. സർ, ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പൊതുവിതരണ, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, റവന്യൂ, പോലീസ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പൊതുവിപണികളിൽ പരിശോധന നടത്തിവരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ജില്ലകളിൽ 3450 പരിശോധനകൾ നടത്തിയതിൽ 372 ക്രമക്കേടുകൾ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി സപ്ലൈകോ നടത്തിവരുന്ന വിപണി ഇടപെടൽ മൂലം 13 അവശ്യ സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡി നൽകി പൊതുവിപണിയേക്കാൾ ശരാശരി 25% വിലക്കുറവിൽ വിതരണം നടത്തിവരുന്നു. കൂടാതെ സംസ്ഥാനത്തെ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഇനം അരി റേഷൻ കടകൾ വഴി കൂടുതൽ അളവിൽ വിതരണം നടത്തിയത് സംസ്ഥാനത്തെ അരിവില പൊതുവിപണിയിൽ ഉയരുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട്. സാർ, ശ്രീ ചന്ദ്രശേഖരൻ. സാർ, എൻ്റെ ചോദ്യം, ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ എത്ര ഉത്സവ ചന്തകളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്? ഇവയിൽ ഉൾപ്പെടെ സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഇതര വിറ്റുവരവ് എത്രയെന്നും ഈ മാസത്തിൽ പൊതുവിൽ സപ്ലൈകോയ്ക്കുണ്ടായ വിപണി ഇടപെടൽ ബാധ്യത എത്രയെന്നും വ്യക്തമാക്കാം. സർ, ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ 5 മുതൽ 14 വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും 10 മുതൽ 14 വരെയുള്ള തീയതികളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേക ഉത്സവ ചന്തകൾ സംഘടിപ്പിച്ചു. ഉത്സവ ചന്തകളിൽ ആകെ 4.3 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ഇതിൽ 2.35 കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെയും 1.67 കോടി രൂപ സബ്സിഡി ഇതര സാധനങ്ങളുടെയും വിൽപ്പനയാണ്. സെപ്റ്റംബർ മാസത്തിൽ സപ്ലൈകോയുടെ ആകെ വിറ്റുവരവ് 164.48 കോടി രൂപയാണ്. ഇതിൽ 81.78 കോടി രൂപ സബ്സിഡി വിൽപ്പന ഇനത്തിൽ ഉള്ളതാണ്. ഇതിലൂടെ ഏകദേശം 25 കോടി രൂപയുടെ വിപണി ഇടപെടൽ ബാധ്യത സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഓണക്കാലത്തെ പൊതുവിപണിയിൽ അരിവില വർധനം ഉണ്ടാകാതെ പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ വിജയിച്ചതായി പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനായി സർക്കാർ എന്തെല്ലാം ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്? കൂടാതെ ഓണക്കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം അധിക ഭക്ഷ്യവിഹിതം അനുവദിച്ചിട്ടുണ്ടോ? ഈ വിധത്തിലുള്ള മറ്റെന്തെങ്കിലും സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്? NFSA നിയമപ്രകാരം സംസ്ഥാനത്തെ 57% വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് റേഷന് അർഹതയില്ല എന്നാണ്. എന്നാൽ കേന്ദ്രം അനുവദിക്കുന്ന പരിമിതമായ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നും മുൻഗണനേതര വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഭക്ഷ്യധാന്യം വിതരണം നടത്തി വരികയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നും കിലോയ്ക്ക് 8 രൂപ 30 പൈസയ്ക്ക് ലഭിക്കുന്ന അരി 4 രൂപ നിരക്കിൽ നീല കാർഡുകാർക്ക് ആളൊന്നിന് 2 കിലോ വീതം, വെള്ളക്കാർഡുകാർക്ക് അതത് മാസങ്ങളിലെ ലഭ്യതയ്ക്കനുസരിച്ചും സംസ്ഥാന സർക്കാർ നൽകി വരികയാണ്. ഇതിന് പുറമെ ഈ ഓണക്കാലത്ത് ഈ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് കാർഡൊന്നിന് 10 കിലോ അരി സ്പെഷ്യലായി നൽകുകയുണ്ടായി. സർ, സംസ്ഥാന സർക്കാർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഓണക്കാലത്ത് പോലും അധിക ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കാനോ ഒരു ഭക്ഷ്യക്കമ്മി സംസ്ഥാനം എന്നത് പരിഗണിച്ച് മറ്റെന്തെങ്കിലും ഇളവുകൾ നൽകാനോ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ശ്രീ മുഹമ്മദ് മോസിൻ. നമ്മുടെ ഈ സർക്കാർ പ്രതിസന്ധി കാലത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. ഈ ഓണക്കാലത്ത് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ ഓണം ആഘോഷപൂർവ്വമാക്കുന്നതിന് വേണ്ടി
സൗജന്യ ഭക്ഷ്യ കിറ്റ് ഏതൊക്കെ വിഭാഗത്തിനാണ് സർക്കാർ കൊടുത്തത്? ഈ ഇനത്തിൽ സർക്കാരിന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്? ഓരോ വിഭാഗത്തിനും എത്ര വീതം കിറ്റുകളാണ് വിതരണം ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം. സർ, എല്ലാ AAY കാർഡ് ഉടമകൾക്കും പെർമിറ്റുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ 4 പേർക്ക് ഒരു കിറ്റ് എന്ന നിരക്കിലും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട് സാർ. ഈ ഇനത്തിൽ സർക്കാർ 34.29 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. AAY വിഭാഗത്തിന് 5,59,046 കിറ്റുകളും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ 1,390 കിറ്റുകളും ക്ഷേമസ്ഥാപനങ്ങൾക്ക് 8,006 കിറ്റുകളുമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ശ്രീ VR സുനിൽകുമാർ. സർ, പൊതുവിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനും റേഷൻ വ്യാപാരികൾക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താനും ആരംഭിച്ച കെ സ്റ്റോർ പദ്ധതിയുടെ പുരോഗതി വ്യക്തമാക്കാമോ? സംസ്ഥാനത്ത് നിലവിൽ എത്ര കെ സ്റ്റോറുകൾ പ്രവർത്തിച്ചു വരുന്നു? റേഷൻ ഇതര ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെയും അനുബന്ധ സേവനത്തിലൂടെയും കെ സ്റ്റോറിൽ ഉണ്ടായ വിറ്റുവരവ് എത്രയെന്ന് വ്യക്തമാക്കാം. സർ, സംസ്ഥാനത്ത് ആകെ 1,201 കെ സ്റ്റോറുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2024 ഓഗസ്റ്റ് മാസം വരെ റേഷനിതര ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെയും അനുബന്ധ സേവനങ്ങളിലൂടെയും കെ സ്റ്റോറുകളിൽ 8,97,00,000 രൂപ വിറ്റ് വരവുണ്ടായിട്ടുണ്ട്. സർ. ശ്രീ CC മുകുന്ദൻ. സാർ, ഒരു വർഷക്കാലമായി റേഷൻ കടയിലൂടെ പഞ്ചസാര ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രം അനുവദിച്ചു നൽകിയിരുന്ന പഞ്ചസാര വിതരണം നിലച്ചുപോയതിന്റെ കാരണം വ്യക്തമാക്കാമോ? ഇതിനെ പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാമോ? മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം വളരെ ശരിയായ ഒരു വിഷയമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംസ്ഥാനത്തെ മഞ്ഞ കാർഡ് ഉടമകൾക്ക് റേഷൻ കടയിലൂടെ പഞ്ചസാര വിതരണം നടത്തി പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെടുന്നത് പ്രകാരം സപ്ലൈകോ വിപണിയിൽ നിന്നും പഞ്ചസാര വാങ്ങിയാണ് ഇതിനായി നൽകിയിരുന്നത്. 2023 സെപ്റ്റംബർ വരെ ഇപ്രകാരം പഞ്ചസാര വിതരണം നടത്തിയിരുന്നു. മഞ്ഞ കാർഡ് ഉടമകൾക്ക് AAY 21 രൂപ നിരക്കിൽ 1 കിലോ പഞ്ചസാരയാണ് പ്രതിമാസം വിതരണം ചെയ്തു വന്നിരുന്നത്. പൊതുവിപണിയിൽ നിന്നും കിലോഗ്രാമിന് 42 രൂപ നിരക്കിൽ വാങ്ങിയാണ് സപ്ലൈകോ പൊതുവിതരണ വകുപ്പിന് നൽകുന്നത്. ഇതിൽ 18.18 രൂപ കേന്ദ്ര സബ്സിഡിയായി സപ്ലൈകോയ്ക്ക് ലഭിക്കുന്നുണ്ട്. പഞ്ചസാര വിൽപ്പനയിലൂടെ ലഭിക്കുന്ന 21 രൂപയിൽ 50 പൈസ റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷനായി നൽകുകയാണ്. ബാക്കി 20 രൂപ 50 പൈസ കേന്ദ്ര സബ്സിഡിയായ 18 രൂപ 50 പൈസയും ഉൾപ്പെടെ 39 രൂപ മാത്രമാണ് സപ്ലൈകോയ്ക്ക് തിരിച്ചു ലഭിക്കുന്നത്. അതായത് 1 കിലോഗ്രാമിന് 3 രൂപ നഷ്ടം സഹിച്ചാണ് സപ്ലൈകോ പൊതുവിതരണ വകുപ്പിന് നൽകി വരുന്നത്. ഇത്തരത്തിൽ നഷ്ടം സഹിച്ച് പഞ്ചസാര വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് സപ്ലൈകോ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന പഞ്ചസാരയുടെ വില പരിഷ്കരിക്കുന്നതിന് സർക്കാർ പരിശോധിച്ചു വരികയാണ്. സർ. ശ്രീ ജോബ് മൈക്കൽ. സപ്ലൈകോയുടെ വിതരണക്കാർക്കുണ്ടായ കാലതാമസം മൂലം കഴിഞ്ഞ മാസം ചങ്ങനാശ്ശേരി താലൂക്കിൽ റേഷൻ വിതരണം തടസ്സപ്പെടുകയുണ്ടായി. അങ്ങ് ഇടപെട്ട് അതിന് പരിഹാരം കാണുകയും ചെയ്തു. എന്നാൽ ഈ മാസവും മൊത്തവിതരണക്കാരുടെ കാലതാമസം മൂലം വീണ്ടും വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം ഗൗരവമായി പരിഗണിച്ച് അതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതാണ്. സർ. ശ്രീ KD പ്രസേനൻ. സർ, കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു അരിയാണ്. ആ അരി വളരെ വ്യാപകമായി വില കുറച്ച് നൽകുന്ന ഒരു നാട് കൂടിയാണ് കേരളം. റേഷൻ കടകളിലൂടെ മറ്റ് സംസ്ഥാനത്തു നിന്നും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ കാർഡ് ഉടമകൾക്കും അരി എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ലിന് വില നൽകുന്നത് കേരളമാണ്. സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പണം നൽകിക്കൊണ്ടാണ് വില കൂട്ടിക്കൊടുക്കുന്നത്. എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ചില പുതിയ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കുലറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിക്കാരുടെ നെല്ല് പാടശേഖരത്തിൽ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവരണം എന്ന നിലയ്ക്ക് ഒരു സർക്കുലറാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ. അതിൽ വല്ല വസ്തുതയുണ്ടോ? കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അവരവരുടെ സംഭരണ സ്ഥലങ്ങളിലെത്തി സംഭരിക്കുന്ന പഴയ സ്ഥിതി തന്നെ തുടരുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വിഷയം വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച്. നെല്ല് സംഭരണത്തിന് പുതിയ മാനദണ്ഡങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് അടിക്കടി കൊണ്ടുവരുന്നത്.
നമ്മുടെ ഒരു രീതി അനുസരിച്ച് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാടങ്ങളിൽ പോയി കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ തുടരുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് മണ്ടികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എത്തിച്ച് അവിടെ നിന്ന് സംഭരിക്കുന്ന, അത് കൃത്യമായി അവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനത്തോടു കൂടി സംഭരിക്കുന്ന ഒരു രീതിയാണ് അവർ നിർദ്ദേശിക്കുന്നത്. എന്തായാലും ആ വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പാടത്തിൻ്റെ പ്രത്യേകതയും അതിനനുസരിച്ചുള്ള ചില സാഹചര്യങ്ങളുമെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും ചർച്ചയിലൂടെ പരമാവധി പരിഹരിക്കാനും കൃഷിക്കാർക്ക് പ്രയാസകരമാകുന്ന വിഷയങ്ങളെ പരമാവധി ഒഴിവാക്കിയെടുത്തുകൊണ്ട് നെല്ല് സംഭരണം സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. യെസ്, ചോദ്യം നമ്പർ 4 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ സനീഷ് കുമാർ ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ CR മഹേഷ് നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 5 ശ്രീ PP സുമോദ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എ തീരുമാനിച്ചിരുന്നു. ബി 2024-25 പുതുക്കിയ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ സംസ്ഥാനം നിലവിൽ നേരിടുന്ന ധനഞെരുക്കം പരിഹരിക്കുന്നതിനായി 24,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുന്നതിനായി അഭ്യർത്ഥിച്ചിരുന്നു. സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോരുന്ന നയങ്ങളിലും സമീപനങ്ങളിലും മാറ്റം വരുത്തി സംസ്ഥാനത്തിന് അർഹമായ കേന്ദ്ര വിഹിതം സമയബന്ധിതമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും നിരവധി കത്തുകളും നിവേദനങ്ങളും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടുണ്ട്. സംസ്ഥാനം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം നിലക്കെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാണെന്ന നിലപാട് സ്വീകരിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ കടമെടുപ്പിൽ കേന്ദ്ര സർക്കാർ 2022-23 സാമ്പത്തിക വർഷം മുതൽ കുറവ് വരുത്തുന്ന സമീപനത്തിൽ മാറ്റം വരുത്തുക. 2, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3), 293(4) എന്നിവയ്ക്ക് അനുസൃതമായി 2017 ആഗസ്റ്റിന് മുൻപ് നിലനിന്നിരുന്ന പോലെ കണക്കിനത്തിലെ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വായ്പകളും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് നിർണയിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക. 3, സംസ്ഥാനങ്ങൾക്ക് GST നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള കാലയളവ് 5 വർഷത്തേക്ക് ദീർഘിപ്പിക്കുക. 4, സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിൽ പങ്കിടുന്ന GST വരുമാന വിഭജനത്തിൻ്റെ അനുപാതം 50:50 നിന്ന് 60:40 ഉയർത്തുക. 5, കേന്ദ്രം പിരിച്ചെടുക്കുന്ന സെസ്, സർചാർജ് എന്നിവ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുക. 6, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകൾ, ഹെൽത്ത് ഗ്രാൻറ്റ്, സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധി എന്നിവയിൽ ലഭ്യമാകേണ്ട കുടിശ്ശിക തുക അനുവദിക്കുക. 7, 7ാമത് UGC ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ട കുടിശ്ശിക തുക അനുവദിക്കുക. 8, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നിലവിലെ കേന്ദ്ര സംസ്ഥാന വിഹിതത്തിൻ്റെ അനുപാതം 60:40 നിന്ന് 75:25 ഉയർത്തുക. 9, മൂലധന നിക്ഷേപങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന 50 വർഷ പലിശരഹിത വായ്പാ സഹായ പദ്ധതി ലഭ്യമാകുന്നതിനുള്ള നിർബന്ധിത വ്യവസ്ഥകളിലൊന്നാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ബ്രാൻഡിംഗ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നത്. ഈ നിർബന്ധിത വ്യവസ്ഥ ഒഴിവാക്കുക. 10, സംസ്ഥാനം കാലങ്ങളായി ആവശ്യപ്പെടുന്ന AIMS എയിംസ് സ്ഥാപിക്കൽ, റെയിൽവേ വികസനം മുതലായവ സാധ്യമാക്കുക. കൂടാതെ GST കൗൺസിൽ ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ കേരളം കേന്ദ്രത്തിൻ്റെ വിവേചനപരമായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും IGST വരുമാനത്തിൽ 10-11% വാർഷിക വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും IGST വാർഷിക വർധനവ് 3% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഈ അപാകത പരിഹരിക്കണമെന്നും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 53ാമത് GST കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർ, സി, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം റിലീസ് ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേകമായി പരിശോധിച്ചിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ്, നെയിമിംഗ്
മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനം പാലിക്കുന്നില്ല എന്ന കാരണമുയർത്തി മൂലധന നിക്ഷേപങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പലിശരഹിത വായ്പയിലൂടെ അനുവദിക്കുന്ന പ്രത്യേക സഹായ പദ്ധതിയുടെ ഭാഗം 1 2023-24 സാമ്പത്തിക വർഷം ലഭ്യമാക്കേണ്ട 1925 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷം പ്രസ്തുത പദ്ധതിയുടെ ഭാഗം 1 1059 കോടി രൂപ കേന്ദ്രം വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ബ്രാൻഡിംഗ് നെയിമിംഗ് മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പാലിക്കാത്ത സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ 1059 കോടി രൂപ നാളിതുവരെയും റിലീസ് ചെയ്ത് നൽകിയിട്ടില്ല. ഇതിനു പുറമെ ബ്രാൻഡിംഗ് നെയിമിംഗ് കാരണമുയർത്തി NHM പദ്ധതിക്ക് 2023-24 സാമ്പത്തിക വർഷം ലഭ്യമാക്കേണ്ട 636.88 കോടി രൂപ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നില്ല. എന്നാൽ NHM പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയിമിംഗ് മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്ന സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ മേപ്പടി പദ്ധതിക്കായി നാളിതുവരെ ആകെ 240.92 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിടുന്നത് സംബന്ധിച്ച വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലാണ്. സമഗ്ര ശിക്ഷ കേരളം എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും 2024-25 സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്രവിഹിതം ഇതുവരെയും അനുവദിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ 98 കോടി രൂപ മുൻകൂറായി മേപ്പടി പദ്ധതിയുടെ SNA അക്കൗണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. 15ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ 2023-24 വരെ ഹെൽത്ത് സെക്ടർ ഗ്രാന്റ് ഇനത്തിൽ ആകെ 411.37 കോടി രൂപയും ELB ഗ്രാന്റ് ഇനത്തിൽ ആകെ 143.32 കോടി രൂപയും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. സർ, ഡി. സംസ്ഥാനത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളോട് കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന സമീപനങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി എല്ലാ മേഖലകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രളയം, കോവിഡ് മഹാമാരി തുടങ്ങിയ വിപത്തുകളിൽ നിന്നും കരകയറാത്ത സംസ്ഥാനത്തിന് GST നഷ്ടപരിഹാരം ലഭ്യമാകാത്തതും വായ്പാ പരിധിയിലുണ്ടായ വെട്ടിക്കുറവും വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ വർഷങ്ങളായി സംസ്ഥാനത്തിന് വളരെ കുറഞ്ഞ വീതമാണ് ലഭിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും ആരോഗ്യരംഗത്തെ പദ്ധതികളുടെയും കേന്ദ്രവിഹിതം വളരെ കുറവാണ്. നെല്ല് സംഭരണം, റേഷൻ വിതരണം, മരുന്നുകൾക്ക് നൽകേണ്ട വിഹിതം തുടങ്ങിയ വിവിധ പദ്ധതികളിൽ സംസ്ഥാനം ചെലവഴിച്ച തുക കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. 2024 ഫെബ്രുവരി മാസം മുതലുണ്ടായ വരൾച്ചയുടെ ഫലമായി ഉണ്ടായ കൃഷിനാശത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നും നഷ്ടപരിഹാര തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് കാർഷിക മേഖലയിൽ വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയിമിംഗ് മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പാലിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രവിഹിതം ലഭ്യമാകാനുണ്ട്. ഇത് ആരോഗ്യ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന വിഹിതങ്ങളിലും ഗ്രാന്റുകളിലും ആനുകൂല്യങ്ങളിലും വന്ന കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രസ്തുത പാക്കേജ് ലഭ്യമായിട്ടില്ല. ശ്രീ PP സുമോദ്. സർ, കഴിഞ്ഞ 3 വർഷമായി കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടായിട്ട് പോലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഓണം സമൃദ്ധമാക്കാൻ വലിയ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും വിപണി ഇടപെടലും ഒക്കെ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ നടത്തി. സർ, എൻ്റെ ചോദ്യം, ഈ ഓണം സമൃദ്ധമാക്കാൻ സർക്കാർ എത്ര കോടി രൂപയാണ് ചെലവാക്കിയത്? ബഹുമാനപ്പെട്ട CM. സർ, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകമ്മീഷന്റെ ഗ്രാന്റ് അനുവദിക്കൽ കേരളത്തോട് തുടർച്ചയായി വെട്ടിക്കുറക്കുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി കേരളത്തോട് സ്വീകരിക്കുന്ന നിഷേധ സമീപനത്തെ തുടർന്ന് 15ാം ധനകമ്മീഷനിൽ നമുക്ക് കേന്ദ്രം നൽകിയ തുക എത്രയാണ്? ബഹുമാനപ്പെട്ട CM. സർ, ഈ കാര്യത്തിൽ കേന്ദ്ര സമീപനത്തിൽ കാതലായ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനങ്ങളോട് പ്രത്യേകമായ ഒരു നിഷേധ സമീപനം തുറന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ ഒരു യോജിച്ച നിലയും സംസ്ഥാനങ്ങൾ യോജിച്ച് ആവശ്യങ്ങൾ ഉയർത്തുന്ന
സ്ഥിതിയും പരിഗണിക്കണം എന്ന് കണക്കിലെടുത്താണ് കേരളം മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ഒരു യോഗം സംഘടിപ്പിച്ചത്. വളരെ ആരോഗ്യകരമായ ചർച്ചയാണ് അതിൽ ഉയർന്നു വന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനത്തിൽ തിരുത്തലുകൾ വേണമെന്നുള്ളത് തന്നെയാണ് പൊതുവെ ആ യോഗം അഭിപ്രായപ്പെട്ടത്. അതിന് പിന്നീടും തുടർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായി കർണാടക മുഖ്യമന്ത്രി അയച്ച ഒരു കത്ത് കാണിക്കുന്നത്. അദ്ദേഹം ഈ യോഗത്തിൽ അവിടുന്ന് ധനമന്ത്രി പങ്കെടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഈ നടന്ന യോഗത്തിൻ്റെ തുടർച്ചയായി ഞങ്ങളൊരു യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കത്ത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ ശബ്ദമുയർത്തൽ തുറന്നും വേണ്ടിവരുമെന്ന് തന്നെയാണ് കാണുന്നത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാട്ടുന്നതായിട്ടുള്ള കടുത്ത വിവേചനം, അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ. നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ഒരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. ആ കോൺക്ലേവിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു മീറ്റിംഗ് അടുത്തതായിട്ട് ചേരാൻ വേണ്ടി പോകുന്നെന്ന് അങ്ങ് പറയുകയുണ്ടായി. സർ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പ്രക്ഷോഭങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങയുടെ നേതൃത്വത്തിൽ നമ്മുടെ സഭയിലെ മഹാഭൂരിപക്ഷം വരുന്ന നിയമസഭാ അംഗങ്ങൾ ദില്ലിയിൽ നടത്തിയ പ്രക്ഷോഭം, അതിൻ്റെ തുടർച്ചയായിട്ട് സുപ്രീം കോടതിയെ തന്നെ സമീപിച്ച ഒരു സാഹചര്യം, സുപ്രീം കോടതി ആ പ്രശ്നം ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണെന്ന് കണ്ടുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് നൽകിയ നടപടി, ഇതിനെല്ലാം തുടർച്ചയായി വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെയും കൂട്ടായിട്ട് യോജിപ്പിച്ചുകൊണ്ട് വളരെ ശക്തിയായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് ദില്ലിയിൽ നേതൃത്വം കൊടുക്കാൻ, അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമോ സർ? യെസ്, മുഖ്യമന്ത്രി. സർ, നേരത്തെയുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ നടത്തിയ കോൺക്ലേവിൻ്റെ തുടർച്ചയായി ചില പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഒന്നിച്ചുള്ള ഒരു ശബ്ദം ഉയർത്താനുള്ള സാഹചര്യം നല്ല നിലക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ച് അത്തരമൊരു ആലോചനയുടെ ഭാഗമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നന്നാവുക. നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. അത് കോടതിയുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. പ്രക്ഷോഭ രൂപത്തിൽ നമ്മളത് ഉയർത്തിയിട്ടുണ്ട്. ഇനിയും തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ഒരു കൂട്ടായ്മയുടെ ഭാഗമായ ഒരു പ്രഖ്യാപനം വരുന്നതായിരിക്കും നന്നാവുക എന്നാണ് തോന്നുന്നത്. ശ്രീ കെ രാമേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കുഞ്ഞമ്മദൂട്ടി മാസ്റ്റർ. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനക്കെതിരായി നമ്മുടെ കേരളത്തിലെ MP-മാർ പാർലമെന്റിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ടോ? അങ്ങനെ ഇടപെടിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട CM. സർ, പുതിയ ലോക്സഭയിലെ അംഗങ്ങളെ കുറിച്ചാണല്ലോ പറയേണ്ടത്. പുതിയ ലോക്സഭ രൂപീകൃതമായതിനു ശേഷം നമ്മുടെ MP-മാരെ യോഗം നടന്നിരുന്നു. നല്ല രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഫലപ്രദമായി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ കൃത്യമായി ഉന്നയിക്കുന്ന നില സ്വീകരിച്ചിട്ടുമുണ്ട്. നേരത്തെയുള്ള സമീപനത്തിൽ നിന്ന് ചിലരിൽ നല്ല വ്യത്യാസം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആരോഗ്യകരമായ സമീപനമാണ് ആവശ്യം. കേരളത്തിൻ്റെ പൊതുവായ ആവശ്യം ഒന്നിച്ചുയർത്താൻ കഴിയുക എന്താണ് പ്രധാനം. ആ ഒരു വികാരത്തിൽ തന്നെയാണ് എല്ലാ MP-മാരും ആ യോഗത്തിൽ സംസാരിക്കുന്ന നില വന്നത്. തുറന്നുള്ള നടപടികളിലും പ്രത്യേക പരാതികൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നില്ല എന്നതാണ് പറയാനുള്ളത്. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, പല സംസ്ഥാനങ്ങളോടും വളരെ വിവേചനപൂർവമായിട്ടുള്ള ഒരു നടപടികളാണ് കേന്ദ്രം എടുക്കുന്നത്. പ്രത്യേകിച്ചും ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിനോടും ഒക്കെ വളരെ വലിയ അവഗണനയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാന്റുകൾ അനുവദിക്കുന്ന കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് സർ. ഇപ്പം മറ്റു പല സംസ്ഥാനങ്ങളും, ഉദാഹരണത്തിന് ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഇപ്പം നഴ്സിംഗ് കോളേജുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ താലൂക്ക് ആശുപത്രികൾ തുടങ്ങുന്നതിനാണെങ്കിൽ
പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് കേന്ദ്ര സർക്കാർ അഡ്വാൻസ് ആയിട്ട് തുക നൽകുന്നതായിട്ട് കണ്ടു. അതുപോലെ NQS സ്റ്റാൻഡേർഡ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എല്ലാം അച്ചീവ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ അഡ്വാൻസ് ആയിട്ട് തുക നൽകുമ്പോൾ നമ്മൾ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചാലും ഗ്രാന്റുകൾ അനുവദിക്കാതിരിക്കുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനെ മറികടക്കുവാൻ എന്ത് നടപടികളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? ഈ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. ചിലത് നമ്മൾ നേരിട്ട് ആദ്യമേ ചെലവിടുക, ആ ചെലവിട്ട സംഖ്യ കിട്ടുന്നതിന് കാലതാമസം വരും. ആ കാലതാമസം വരുന്നത് അതേ സമയം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ ഗൗരവമായി ഇടപെടുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ തുറന്നു സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് കാണുന്നത്. അതിലൊരു നീതീകരണമില്ലാത്ത സമീപനം ചില ഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ്, അതിൻ്റെ വായ്പാ പരിധിയൊക്കെ നിശ്ചയിക്കുമ്പോൾ, കടമെടുക്കാനുള്ള പരിധി നിശ്ചയിക്കുമ്പോൾ നേരത്തെ ഉള്ള ചില കണക്കുകൾ പറഞ്ഞുകൊണ്ട് അത് ബാധകമാക്കി പരിധി കുറക്കുന്ന അവസ്ഥ വരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രശ്നം ശരിയല്ലല്ലോ എന്നത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നേരിട്ടുള്ള സംസാരത്തിൽ അത് നിഷേധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാമെന്ന് പറയുന്ന നില പ്രധാനമന്ത്രിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ആവശ്യമായ മാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ നമ്മുടെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നിയന്ത്രണങ്ങൾ നമ്മുടെ പരിധിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ള വെട്ടിക്കുറവുകൾ, നമുക്ക് നൽകേണ്ട തുക കൃത്യമായി നൽകാത്തത്, അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ചോദ്യം നമ്പർ 6 ശ്രീ മുഹമ്മദ് മൊഹസിൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ടേബിൾ ചെയ്ത ചോദിക്കായിരുന്നു. ആൻസർ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറയാം. സർ, ഉണ്ട്. കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. 2021 വർഷത്തിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 0.71% ദാരിദ്ര്യത്തോടെ ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ 2024 ജൂലൈ മാസം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച SDG ഇൻഡെക്സ് 2023-24 പ്രകാരം ഹെഡ് കൗണ്ട് റേറ്റ് ആസ് പെർ ദ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കേരളത്തിൻ്റെത് 0.55% മാത്രമാണ്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയുടെ ആകെ ജനസംഖ്യയിൽ 0.55% മാത്രമാക്കിയിട്ട് നമുക്കത് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങളിലേക്ക്. സർ, പദ്ധതി 2ാം വർഷം പൂർത്തിയാക്കുന്ന ഘട്ടമാണ്. ആകെ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളിൽ ഇതുവരെ 35,859 കുടുംബങ്ങളെ 56.02% അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടുണ്ട്. ബാക്കി ഞാൻ മേശപ്പുറത്ത് വെക്കും. താങ്ക് യു. ശ്രീ മുഹമ്മദ് മൊഹസിൻ, പെട്ടെന്ന്. സർ, ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ അതിദാരിദ്ര്യം കുറക്കുന്നതിന് വേണ്ടി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മികച്ച പ്രവർത്തനങ്ങളാണ് വിവിധ പദ്ധതികളുമായി നടക്കുന്നത്. എൻ്റെ ചോദ്യം, അതിദാരിദ്ര്യം കുറക്കുമ്പോഴും രോഗികളായിട്ടുള്ള വൃദ്ധ ദമ്പതികൾ, വേറെ ആരുമില്ലാത്ത ആളുകൾ, അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ പ്രായമായി അതിന്റെ ശേഷം എന്ത് ചെയ്യുന്ന ആശങ്കയിലുള്ള ആളുകൾ, ഇവരെ സമൂഹം ഇവരെ ഏറ്റെടുക്കാൻ, കാരണം ഇവരെ വേറെ നിവൃത്തിയൊന്നുമില്ല, അപ്പൊ അവരെ ഏറ്റെടുക്കാൻ, സമൂഹത്തിന് ഏറ്റെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുമോ? സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങളെ ചോദ്യോത്തര വേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് 56% അതിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ
തയ്യാറാക്കിയിട്ടാണ് ആ മൈക്രോ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ദാരിദ്ര്യത്തിന് അതിദാരിദ്ര്യത്തിന് കാരണമായ ഘടകം എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് കണ്ടെത്തി ആ ഘടകങ്ങളെ അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും ഉതകുന്ന തരത്തിലുള്ള പ്രത്യേകം മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലീസ്. സർ, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ യുവാക്കൾക്ക് തൊഴിൽ, ഇപ്പൊ ഇതര സംസ്ഥാനത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി മാതൃകയിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കുമോ, അതിന് ഭഗത് സിംഗിന്റെ പേരിടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സർ, ഇന്ത്യയിൽ നഗര തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. ഗ്രാമീണ തൊഴിലുറപ്പിന്റെ അതേ മാതൃകയിൽ നഗരങ്ങളിലെ ദരിദ്രർക്ക് വേണ്ടിയാണ് നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. പിന്നീട് 1-2 സംസ്ഥാനങ്ങൾ ഈ കേരള മാതൃക പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നാം നടപ്പാക്കിയതുപോലെ സമഗ്രമായിട്ട് നടപ്പാക്കാനായിട്ടില്ല. അപ്പൊ ഇപ്പോ 2 തൊഴിലുറപ്പ് പദ്ധതികളുണ്ട്. ഒന്ന് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ കേരളത്തിന്റെ തനതായ നഗര തൊഴിലുറപ്പ് പദ്ധതി. മാത്രമല്ല സർ, ട്രൈബൽ മേഖലയിൽ, ആദിവാസി മേഖലയിൽ ട്രൈബൽ പ്ലസ് എന്ന പേരിൽ 200 ദിവസം തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയും കേരളം മാത്രമാണ് ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ ആകെ 8 മാനദണ്ഡങ്ങൾ എടുത്താൽ 4-ലും ഇന്ത്യയിൽ 1-മത് കേരളമാണ്, ബാക്കി 4-ൽ 2-മതും കേരളമാണ്. ഏറ്റവും മികച്ച നിലയിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ പുതിയൊരു പദ്ധതിയുടെ ആവശ്യം ഇപ്പോ വരുന്നില്ല. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഓർഡർ ചരമോപചാരം. പ്ലീസ് ഫ്ലോർ ഒന്ന് ഓർഡർ ആവണം പ്ലീസ്. ഓർഡർ മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി 2024 ഓഗസ്റ്റ് 11-നും മുൻ ലോക്സഭാ അംഗം MM ലോറൻസ് 2024 സെപ്റ്റംബർ 21-നും മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ 2024 സെപ്റ്റംബർ 26-നും CPIM ജനറൽ സെക്രട്ടറി മുൻ രാജ്യസഭാ അംഗവുമായ സീതാറാം യെച്ചൂരി 2024 സെപ്റ്റംബർ 12-നും അന്തരിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി 2024 ഓഗസ്റ്റ് 11-ന് അന്തരിച്ചു. താനൂരിലെ ആദ്യകാല മുസ്ലിം ലീഗ് നേതാവ് സേതാലിക്കുട്ടിയുടെയും കുഞ്ഞിപ്പാത്തൂട്ടിയുടെയും മകനായി 1953 ജനുവരി 15-ന് ജനിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകനായി പൊതുപ്രവർത്തനം ആരംഭിച്ചു. ഉന്നത പദവികളിലേക്ക് എത്തിച്ചേർന്ന നേതാവായിരുന്നു. തീരദേശത്തു നിന്നുള്ള പൊതുപ്രവർത്തന നിലയിൽ വ്യക്തിപരമായി ആ മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, മുസ്ലിം പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പുരോഗതിക്കും പങ്കാളിത്തത്തിനും വേണ്ടി പ്രയത്നിച്ച നേതാവായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ്, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം 1992-ൽ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്ന് ജയിച്ചു 9-ാം കേരള നിയമസഭയിലെത്തി. തുടർന്ന് 1996, 2001, 2006 വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരൂരങ്ങാടിയിൽ നിന്ന് വിജയിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി 2004-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 11-ാം കേരള നിയമസഭയിൽ പിന്നോക്ക സമുദായ ക്ഷേമം സംബന്ധിച്ച 2001-2004 അധ്യക്ഷനായും 12-ാം കേരള നിയമസഭയിൽ ഗവൺമെന്റ് നൽകുന്ന ഉറപ്പുകൾ സംബന്ധിച്ച സമിതി 2006-11 അധ്യക്ഷനായും പ്രവർത്തിച്ചു. ലാളിത്യവും സ്ഥിരോത്സാഹവും കൈമുതലാക്കിയ ഒരു പൊതുപ്രവർത്തകനെയാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശ്രീ MM ലോറൻസ് മുതിർന്ന CPIM നേതാവും മുൻ ലോക്സഭാംഗവുമായിരുന്ന ശ്രീ MM ലോറൻസ് 2024 സെപ്റ്റംബർ 21-ന് അന്തരിച്ചു. എറണാകുളത്ത് മുളവുകാട് മാടമാക്കൽ അവിരാമാത്തുവിന്റെയും മംഗലത്ത് മറിയത്തിന്റെയും മകനായി ജനിച്ച MM ലോറൻസ് അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങളിൽ ധീരനായകനായാണ് ശ്രദ്ധേയനായത്. 1946-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ അദ്ദേഹം എറണാകുളം ജില്ലയിൽ അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഒരു വ്യാഴവട്ടക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറായിരുന്നു. CITU സംസ്ഥാന സെക്രട്ടറി, CITU ദേശീയ വൈസ് പ്രസിഡന്റ്, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് സമൂഹം അകറ്റി നിർത്തിയിരുന്ന തോട്ടി തൊഴിലാളികൾ അദ്ദേഹം സംഘടിപ്പിച്ചു. അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയ സംഘാടക നിലയിൽ ഏറെ ജനശ്രദ്ധ നേടിയ നേതാവായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് പ്രശസ്ത കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത സുപ്രസിദ്ധവും ഹൃദയഹാരിയുമാണ്. എടപ്പള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റിലായി പോലീസ് മർദ്ദനത്തിനിരയാകുകയും അടിയന്തരാവസ്ഥ കാലത്ത് 16 മാസം കരുതൽ തടവിലാവുകയും ചെയ്തിട്ടുണ്ട്. 1980-ൽ
ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തന്റെ പൊതുപ്രവർത്തന മേഖലയിൽ ഏറെ സമചിത്തതയോടെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. നിശ്ചയദാർഢ്യവും ഉറച്ച നിലപാടുകളും സഹജീവി സ്നേഹവും തൊഴിലാളി വർഗ കാഴ്ചപ്പാടും എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്നു. ഉത്തമനായ ഒരു നേതാവിനാണ് MM ലോറൻസിലൂടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ. മുൻ നിയമസഭാംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ KP കുഞ്ഞിക്കണ്ണൻ 2024 സെപ്റ്റംബർ 26 അന്തരിച്ചു. സംസ്കൃത പണ്ഡിതൻ ആനീഡിൽ കിഴക്കിനകത്ത് കുഞ്ഞമ്പ് പൊതുവാളിന്റെയും കുഞ്ഞിഗംഗയുടെയും മകനായി ജനിച്ച KP കുഞ്ഞിക്കണ്ണൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പാർട്ടിയിൽ ഉയർന്നു വരികയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് 1977 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കാസർഗോഡ് DCC പ്രസിഡന്റ്, KPC ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ അലങ്കരിച്ചു. 1987 പുതുമണ്ഡലത്തിൽ നിന്ന് 8ാം കേരള നിയമസഭയിലെത്തി. KRFED ചെയർമാൻ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ, വൈദ്യുതി ബോർഡ് അംഗം തുടങ്ങി നിരവധി ഉന്നത പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനെ വളർത്തുന്നതിൽ നിർണായക പങ്കുവച്ച നേതാവായിരുന്നു അദ്ദേഹം. ലാളിത്യം കൈമുതലാക്കിയ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെയാണ് KP കുഞ്ഞിക്കണ്ണൻ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ സീതാറാം യെച്ചൂരി. CPM ജനറൽ സെക്രട്ടറിയും മുൻ രാജ്യസംഘവുമായിരുന്ന സീതാറാം യെച്ചൂരി 2024 സെപ്റ്റംബർ 12 അന്തരിച്ചു. ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനവിഭാഗങ്ങളുടെ ശബ്ദമായിരുന്നു സീതാറാം യെച്ചൂരി. തൊഴിലാളി വർഗത്തിന്റെയും മറ്റു പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായുള്ള പോരാട്ടമായിരുന്നു സീതാറാം യെച്ചൂരിയുടേത്. സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉറച്ച സമരോത്സുക ജീവിതം. 1952 ഓഗസ്റ്റ് 12 മദ്രാസിൽ ജനിച്ച സീതാറാം ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സ്വദേശികളായ സർവേശ്വര സോമയാചല യെച്ചൂരിയുടെയും കൽപ്പക യെച്ചൂരിയുടെയും മകനാണ്. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. 10ാം ക്ലാസ് വരെ ഹൈദരാബാദിലെ ഓൾ സയൻസ് ഹൈസ്കൂളിലും തുടർന്ന് ന്യൂഡൽഹിയിലെ പ്രസിഡന്റ് എസ്റ്റേറ്റ് സ്കൂളിലുമായി പഠനം പൂർത്തിയാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടി. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ BA, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ MA നേടി. JNUവിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ പഠനം നിർത്തേണ്ടി വന്നു. 1984 CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. യെച്ചൂരി 85 കേന്ദ്ര സെക്രട്ടേറിയറ്റിലെത്തി. 92 14ാമത് പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2015 ഏപ്രിൽ 19 വിശാഖപട്ടണത്ത് നടന്ന പാർട്ടിയുടെ 21ാമത് കോൺഗ്രസിൽ CPIന്റെ 5ാമത് ജനറൽ സെക്രട്ടറിയായി. 2018 2022 വർഷങ്ങളിൽ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടു. മരണം വരെ അദ്ദേഹം ആ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ സോഷ്യലിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളിൽ സീതാറാം യെച്ചൂരി CPIനെ പ്രതിനിധീകരിച്ചു. മികച്ച എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും പ്രമുഖ പത്രങ്ങളിലെ കോളമിസ്റ്റുമായിരുന്നു. 2005 ജൂലൈയിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 2017 വരെ CPIM രാജ്യസഭാ കക്ഷി നേതാവായിരുന്നു. പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നു. 2004 UPA സർക്കാരിന്റെ പൊതുമിനിമം പരിപാടി രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഒരു മികച്ച പാർലമെന്റേറിയൻ കൂടിയ സീതാറാം യെച്ചൂരി ജനകീയ പ്രശ്നങ്ങൾ നടത്തിയ ഇടപെടലുകൾ സമാനതകളില്ലാത്തവയാണ്. മാർക്സിസ്റ്റ് വഴികളിലൂടെ കൃത്യതയോടെ മുന്നേറിയ സീതാറാം യെച്ചൂരി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലും കാര്യമായ സ്വാധീനം ചെലുത്തി. ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായ ഇന്ത്യ സഖ്യം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ സംഘാടകൻ റോളിൽ യെച്ചൂരിയായിരുന്നു നിറഞ്ഞുന്നത്. അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക ധാരണയും പ്രായോഗിക യുക്തിയും ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വളരെയധികം സംഭാവന നൽകി. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സാമ്രാജ്യത്വത്തിനും സംഘീത വർഗീയതക്കും വിഭാഗീയതക്കും ഫാസിസത്തിനുമെതിരെ അദ്ദേഹം നിലകൊണ്ടു. അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ നിർഭയം നേരിട്ട വിപ്ലവകാരിയായ വിദ്യാർത്ഥിയിൽ നിന്നും രാജ്യമാകെ ബഹുമാനിക്കുന്ന സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്ന യെച്ചൂരിയുടെ ജീവിതം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടുകളിലൊന്നാണ്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അടവൂരമായ സമീപനങ്ങൾ മാറുന്ന ദേശീയ സാർവദേശീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി രൂപപ്പെടുന്നതിൽ സവിശേഷമായ മികവോടെയാണ് സീതാറാം യെച്ചൂരി എന്നും വഹിച്ചിരുന്നത്. ആധുനിക മുതലാളിത്തത്തിന്റെയും നവലിബറസത്തിന്റെയും കാലത്ത് കൃത്യമായ സൈദ്ധാന്തിക വ്യക്തതയോടെ ശരിയായ നയം രൂപീകരിക്കുന്നതിൽ പുതിയ ജനവിഭാഗങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ സ്വീകാര്യത വ്യാപിപ്പിക്കുന്നതിലും സീതാറാം യെച്ചൂരി പങ്കുവഹിച്ചു. ഇന്ത്യയെ മതനിരപേക്ഷ ഫെഡറൽ സ്വഭാവങ്ങളുള്ള രാജ്യമാക്കി നിലനിർത്തുന്നതിനും വർഗീയതയുടെയും വംശീയതയുടെയും അടിസ്ഥാനത്തിൽ രാജ്യം ഛിന്നഭിന്നമാക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുന്നതിനും ഭരണഘടന അട്ടിമറിക്കപ്പെടാതിരിക്കാൻ സീതാറാം എന്ന് നടത്തിയ പോരാട്ടങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ് എന്ന് കാലം വിലയിരുത്തും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്ന പാർലമെന്റിൽ പുറത്ത് സീതാറാം യെച്ചൂരി ധീരോദത്തമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിനാണ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിലൂടെ തിരശ്ശീലമിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും പൊതുവിലും തൊഴിലാളികൾക്ക് വിപ്ലവ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് നികത്താനാവാത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം. അന്തരിച്ചവരുടെ ആദരസൂചകമായി നമുക്ക് ഒരല്പസമയം എഴുന്നേറ്റ് മൗനമാചരിക്കാം.
ഓർഡർ. ചെയർപേഴ്സൺമാരുടെ പാനൽ സർവശ്രീ ടി.ഐ. മധുസൂദനൻ, ശ്രീ കെ. വിജയൻ, ശ്രീ യു. എ. ലത്തീഫ് എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളന കാലത്തെ ചെയർപേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ഓർഡർ റൂൾ 50. സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തലിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും പണമെത്തുന്നതായി, ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണം എന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ്, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. യെസ്. ഓർഡർ. ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കുന്നത്. ഓർഡർ. റൂൾ 50. ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ PP ചിത്ത. ബഹുമാനപ്പെട്ട അംഗങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സബ്മിഷൻസും അതുപോലെ തന്നെ കോളിംഗ് അറ്റൻഷനും ചുരുക്കി അവതരിപ്പിക്കണം. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ചുരുക്കി മറുപടി പറയണം. യെസ്. എനിക്ക് പ്രത്യേകമായൊരു കാര്യം മെൻഷൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തോട്ട് പോയപ്പോൾ അങ്ങ് അതിനു മുമ്പ് ഞാൻ നടത്തിയ പരാമർശങ്ങൾ സഭാ നടപടിയിൽ നിന്ന് നീക്കം ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രിയും എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. സാർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും അതുകൊണ്ട് എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി നിങ്ങള് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഉരിഞ്ഞത്. ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത്. അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് സഭാരേഖ നീക്കിയിട്ടുണ്ട്. എന്ത് നിലവാരമില്ലാത്ത വാക്ക് ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നോർത്ത് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. അതെ, ഞാൻ പറഞ്ഞതിനെ സംസാരിച്ചോ? മൈക്ക് കൊടുത്തിട്ടില്ല അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ഞാനല്ലേ സംസാരിക്കുന്നത്, അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല, വേറെ ആളുകളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട. സാർ, ഈ സഭയിൽ MP രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ? അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ? ഈ സഭ തല്ലിപ്പൊളിച്ചപ്പോ പുറത്തു നിന്ന് അതിൽ ഒത്താശ കൊടുത്ത ആരാണ്? ഒന്ന് അവിടെ ഫ്ലോർ ഓർഡർ നിങ്ങളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങയുടെ നിരയൊന്ന് ഇരുത്തിക്കോ. സാർ, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശവും നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങേക്ക് അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ എന്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് എന്താണ്?
ശക്തരൻ കൗളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ്. പിന്നെ സർ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട്. അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അപക്വമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ്. സാർ അതിനുശേഷം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സാർ അതിനുശേഷം തിരിച്ചദ്ദേഹം വന്നു. ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പാർലമെന്ററി കാര്യ മന്ത്രി എന്ന നിലയിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ സർ അതിനുശേഷം അദ്ദേഹം ഇവിടെ സംസാരിച്ചു. വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് സാധൂകരിക്കുകയല്ലേ അദ്ദേഹം. ചെയർ പറയാം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ചെയർ പറയട്ടെ. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്, ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. സാർ, ആ പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കൗട്ട് പ്രസംഗത്തിന് മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റ് കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അപലപിക്കുകയാണ്. സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട CMS മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നുള്ളത് രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സർ, അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചൊല്ലുന്നത്. ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല. നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. സർ, അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. ആ പ്രാർത്ഥന എന്താകാനാണ്? എന്താണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത്? ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. സർ, VD സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിൻ്റെ ഭാഗമായി LDFൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത്. സർ, എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ? ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിനുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക്? അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല. അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നു എന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിനൊന്നുള്ളൊരു അവസരമായിട്ട് ഞാനിപ്പോൾ ഇതിനെ മാറ്റുന്നില്ല. പക്ഷേ
സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളണം. യെസ്, പ്രതിപക്ഷ ഉപനേതാവാണ് ആദ്യം എഴുന്നേറ്റത്. യെസ്, അല്ലല്ല, ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ കേട്ടോണ്ടിരുന്നില്ലേ? മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. അത് പൊതുവെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വരുന്നത്. സർ, ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല. എന്തുമാകാമെന്ന നില പറ്റില്ല. ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. നിർബന്ധമായും മാറ്റിയിരിക്കണം. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അംഗീകരിക്കാൻ പറ്റില്ല. സഭ നിർത്തിവെക്കാൻ പറ്റില്ല. ശ്രീമതി ഉമാ തോമസ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി, നോട്ട് ഇൻ ദ സീറ്റ്. സബ്മിഷൻസ്, ഓർഡർ സബ്മിഷൻസ്. ശ്രീമതി ശാന്തകുമാരി കെ, ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി. സർ, വർഷങ്ങളായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള ദേവപ്പാറ കോറി നടത്തിവരുന്ന മണ്ണാർക്കാട് താലൂക്ക് കരിങ്കൽ കോറി ഓപ്പറേറ്റേഴ്സ് വ്യവസായ സഹകരണ സംഘമാണ്. 2015 കരിങ്കൽ കോറികൾക്ക് കേന്ദ്ര പരിസ്ഥിതി ക്ലിയറൻസ് നിർബന്ധമാക്കിയതിനാൽ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരുന്നു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 150-ലധികം കുടുംബങ്ങൾ ഈ കോറിയിലെ ജോലി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സാർ, 2017 വീണ്ടും സൊസൈറ്റി ഇറിഗേഷൻ അപേക്ഷ നൽകുകയും 3 വർഷത്തേക്ക് അത് നീട്ടി നൽകുകയും ഓരോ വർഷം 10% അധിക നിരക്ക് നൽകുകയും ചെയ്തിരുന്നു. സാർ, ഒറ്റ ചോദ്യം,